പഞ്ചായത്തുകളാണെങ്കിലും 5 മണ്ഡലങ്ങളുണ്ട് ഞങ്ങൾക്ക് ഇന്ന് 5 മണ്ഡലങ്ങളിലെയും ബൂത്ത് ചെയർമാൻ കൺവീനർമാർ പ്രധാനപ്പെട്ട നേതാക്കന്മാർ അവിടെ യോഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആ യോഗങ്ങൾ തുടരുന്നുണ്ട്. ആ യോഗങ്ങളിലൊക്കെ പങ്കെടുക്കും ഇന്ന്. അതുപോലെ തന്നെ രാവിലെ പ്രധാനപ്പെട്ട വ്യക്തികളെ കണ്ടു തീർക്കാനുള്ളത് രാവിലെ കണ്ടു തീർക്കുന്നു. ഉള്ള സമയം കൊണ്ട് പരമാവധി ആളുകളെ വ്യക്തികളെ ഈ നിലമ്പൂരിലെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെ കുടുംബങ്ങളെ ഒക്കെ കാണാൻ കഴിയുന്നത് അതിനു വേണ്ടിയുള്ളൊരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം മുഴുവൻ ബൂത്ത് ചെയർമാൻ കൺവീനർമാരുടെ കൺവെൻഷനാണ് ഉദ്ദേശിക്കുന്നത്. വെള്ളിയാഴ്ച ഒരു നോമിനേഷൻ കൊടുക്കണം. എന്തായാലും അത് 1-ാം തീയതി ഞായറാഴ്ചയാണ്. ഞായറാഴ്ചയ്ക്ക് മുൻപേ നോമിനേഷൻ കൊടുക്കണം എന്നാണ് വിചാരിക്കുന്നത്. അതുപോലെ തന്നെ 2-ാം തീയതി നിയോജകമണ്ഡലത്തിൽ വിപുലമായ പ്രവർത്തക കൺവെൻഷൻ. അതോടുകൂടി 3-ാം തീയതി മുതൽ മണ്ഡലം പര്യടനങ്ങൾ, പഞ്ചായത്തിലെ പര്യടനങ്ങൾ, ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഞാനത് നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞ കാര്യമാണ്. അത് അത്തരം കാര്യങ്ങളിൽ PV അൻവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എൻ്റെ നേതൃത്വമാണ് ചർച്ച ചെയ്യുന്നത്. അവരാണ് ആ കാര്യങ്ങളിലൊക്കെ ഒരു സംഗതികൾ, ഇത്തരം സംഗതികളൊക്കെ ഉണ്ടെങ്കിൽ അവരാണ് ആ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഏൽപ്പിച്ച ചുമതല ഇത്തരം കാര്യങ്ങളാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സ്ഥാനാർത്ഥി എന്ന നിലയിൽ വിവാദങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനൊരു പരിസമാപ്തി ഉണ്ടാവുന്ന പ്രതീക്ഷിക്കുന്നില്ല അവിടെ നിന്ന്. അല്ല, അതല്ല, ഇതിപ്പോൾ അതൊക്കെ സ്വാഭാവികമല്ലേ. ഇങ്ങനെ എന്തായാലും ആരാണെങ്കിലും എന്താണെങ്കിലും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അതൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ടാവുന്നതല്ലേ. പ്രതിപക്ഷ നേതാവ് എടുത്തിരിക്കുന്ന സമീപനം താങ്കൾക്കെതിരെ നടത്തിയ പ്രസ്താവനകൾ ആദ്യം അദ്ദേഹം പിൻവലിക്കണം, അതിനുശേഷം എന്ത് തരത്തിലുള്ള ചർച്ചകൾക്കും തയ്യാറാണെന്നുള്ളതാണ്. അപ്പോൾ അതിനെ എങ്ങനെയാണ് ആ ഒരു ഇതിന് നിലപാട്? അതല്ല, അത് പ്രതിപക്ഷ നേതാവ്, ഞാൻ പറഞ്ഞ എൻ്റെ നേതാക്കന്മാരാണ് ഈ കാര്യങ്ങളിൽ ബന്ധപ്പെടുന്നത്. അവരാണ് ഈ കാര്യങ്ങളിൽ സംസാരിക്കുന്നത്. അവർ യുക്തവും വ്യക്തവുമായ തീരുമാനങ്ങൾ പറയും. മാത്രമല്ല, അവർ തരുന്ന നിർദ്ദേശങ്ങളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മുന്നോട്ട് നയിക്കാനുള്ള എനിക്കുള്ള മാർഗനിർദ്ദേശം. അല്ല, അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അതൊക്കെ ഞാൻ പറഞ്ഞതിനകത്ത് എല്ലാം ഉണ്ട്. ഞാൻ പറഞ്ഞതിനകത്ത് എല്ലാം ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം നിലമ്പൂരിലെ ഇത്തരം പ്രശ്നങ്ങളാണ്. മലയോര കർഷകരുടെ പ്രശ്നം, അതുപോലെ തന്നെ ഇവിടുത്തെ ആദിവാസി ഇഷ്യൂ, ഇവിടുത്തെ വികസന മുരടിപ്പ്, അങ്ങനെ 100 കാര്യങ്ങൾ നമുക്ക് ജനങ്ങളുമായി സംവദിക്കാനും ഇന്ന് നിലമ്പൂർ അനുഭവിക്കുന്ന ദുരിതങ്ങളും